റെഡ്മിയുടെ റെഡ്മി A1 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ്. ഈ ഒരു ഫോൺ വരുന്നത് 6500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി A1 എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റെഡ്മി A1 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് വരുന്നത്. പിന്നെ ഇതിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. 120 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 88.89% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് വരുന്നത് 400 നിറ്റ്സ് ആണ്. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 6500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതൊന്നും ഒരു പ്രശ്നമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഫുൾ HD റെസൊല്യൂഷൻ ഇല്ലാത്തതോ അല്ലെങ്കിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യാത്തതോ അല്ലെങ്കിൽ പഞ്ചോൾ ഡിസൈൻ ഇല്ലാത്തതോ ഒന്നും തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും കംപ്ലൈൻ്റ് ആയിട്ട് വരാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും 6500 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയ കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഫിംഗർ പ്രിന്റ് സെൻസറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 192 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 9.09 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ലെതർ പോലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലെതർ ബാക്ക് ബോഡി അല്ല, പക്ഷേ അതിൻ്റെ ടൈപ്പിലുള്ള ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക്, ലൈറ്റ് ബ്ലൂ, അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ A22 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ക്വാഡ് കോർ പ്രോസസ്സറാണ്. 6500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണെന്ന് വെച്ചാൽ അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ചില ഒക്ടാ കോർ പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സറിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക്കിൻ്റെ ഹീലിയോ P22 ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ A22 എന്ന പ്രോസസ്സർ അത്ര മോശമാണ് എന്നൊന്നുമല്ല, തരക്കേടില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്, ബെസ്റ്റ് അല്ല. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. ഈ ഫോണിൽ 2 GB റാം കൊടുത്തിട്ടുണ്ട്, 32 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. 512 GB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. Android 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഇതിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സാധാരണ റെഡ്മിയുടെ ഫോണുകളിൽ വരുന്ന MIUI സോഫ്റ്റ്വെയറിൽ അത്യാവശ്യം നല്ലോണം ബ്രോഡ്വേസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ പരസ്യം വരുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ ഒരു ഫോണിൽ അങ്ങനെ ആയിരിക്കില്ല. ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ലഭിക്കുമെന്നാണ് റെഡ്മി ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് എടുത്തു വരേണ്ട വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 8 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ രണ്ടാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഈ ഫോണിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് ഈ ഫോണിൽ വരുന്നത്. ഫോണിൻ്റെ ബോക്സിൽ തന്നെ 10 വാട്ടിൻ്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്തത് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണിനുള്ളിലും നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 6499 രൂപയാണ്. സെപ്റ്റംബർ 9 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ വഴിയും mi.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6500 രൂപ പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തു പറയേണ്ട കുറേ ഫീച്ചേഴ്സൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ വളരെ മോശമാണ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റെഡ്മി A1 എന്ന ഫോൺ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ സാധാരണ റെഡ്മി ഫോണുകളെ പോലെയല്ല, ഇതിൽ ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും റെഡ്മി A1 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.